ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കാൻ പോകുന്ന വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ബോളി. ശരിക്കും തിരുവനന്തപുരം സൈഡിൽ സദ്യ സ്പെഷ്യലായിട്ട് വിളമ്പുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡിഷാണ്. ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് പാൽപ്പായസവും അതുപോലെ സേമിയ പായസവും ഒക്കെയാണ്. ശരിക്കും നല്ല ടേസ്റ്റിയും വളരെ ഒരു സ്പെഷ്യൽ ഫ്ലേവർ ആയിട്ടുള്ള ഒരു ഡിഷാണ്. നമ്മൾ തീർച്ചയായിട്ടും എന്തായാലും ഒരു തവണയെങ്കിലും ഇത് കഴിച്ച് നോക്കണം. അത്രയധികം രുചിയുള്ള ഒരു ഡിഷ് തന്നെയാണ്. അപ്പോൾ വേഗം തന്നെ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു റെസിപ്പിക്ക് വേണ്ടി നമുക്ക് പ്രധാനമായിട്ട് ആവശ്യമായിട്ടുള്ളത് കടലപ്പരിപ്പാണ്. കടലപ്പരിപ്പിൻ്റെ അളവെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 1 കപ്പ് കടലപ്പരിപ്പ് ഒരു 7 മണിക്കൂറിനടുത്ത് ഒന്ന് കുതിർത്തി വെച്ചതിന് ശേഷമാണ് വെള്ളം വാർന്ന് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ശരിക്കും നമ്മൾ കുതിർത്തി എടുത്ത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതൊരു ചീനച്ചട്ടിക്കകത്തോട്ടേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ്. ഇതിനകത്തോട്ടേക്ക് ഞാനിപ്പോൾ ഒരു 2 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതൊന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മൾ കുതിർത്തി എടുത്തുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇതിനകത്തോട്ടേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു 2-3 പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ സാധാരണ ജസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി. ഒരു 10 മിനിറ്റിനുള്ളിലൊക്കെ ഇത് വെന്ത് കിട്ടും. നമ്മൾ കുതിർത്തി എടുത്ത് ചെയ്യുവാണെങ്കിൽ ഇത് നമ്മൾ പ്രഷർ കുക്കറിനകത്തിട്ടിട്ടും ചെയ്യാറുണ്ട് കേട്ടോ. പക്ഷേ പ്രഷർ കുക്കറിനകത്തിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ വേവ് കറക്റ്റ് മനസ്സിലാവില്ല. ഇത് വെന്ത് കുഴയുന്ന രീതിയിൽ ഒരിക്കലും റെഡിയാക്കി എടുക്കരുത്. അപ്പോൾ നമുക്ക് ചെയ്തെടുക്കാൻ കഴിയില്ല പെർഫെക്റ്റായിട്ട്. ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് കയ്യിൽ വെച്ചൊന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ നന്നായിട്ടൊന്ന് ഉടഞ്ഞിട്ട് നന്നായിട്ട് വെന്ത് കിട്ടണം. പക്ഷേ വെന്ത് കുഴയുന്ന രീതിയിൽ ഒരിക്കലും തയ്യാറാക്കി എടുക്കരുത്. അതുകൊണ്ട് വെള്ളത്തിനകത്ത് കുതിർത്തിയതിന് ശേഷം ഇതുപോലെ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ പാകം ശരിക്കും മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം വെള്ളം കംപ്ലീറ്റ് ആയിട്ട് വാർന്ന് കളയുക. വെള്ളത്തിൻ്റെ ഒരു അംശം പോലും പാടില്ല. എന്നിട്ടൊരു പ്ലേറ്റിനകത്തോട്ടേക്ക് വെച്ചിട്ട് ഒന്നെങ്കിൽ ജസ്റ്റ് ഫാനിൻ്റെ കീഴിലെങ്ങാണ്ട് വെച്ച് ഇതൊന്ന് നല്ലതുപോലെ ഡ്രൈ ആക്കി എടുക്കുക. ഒട്ടും വെള്ളമില്ലാത്ത രീതിയിൽ ഡ്രൈ ആക്കി എടുത്തതിന് ശേഷം കംപ്ലീറ്റ് ചൂടാറിയിട്ട് പിന്നെ മിക്സിയിലിട്ടിട്ട് നമ്മൾ അരച്ചെടുക്കണം. അരച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. നല്ല രീതിയിൽ തയ്യാറാക്കിയെടുക്കുക. കണ്ടില്ലേ, ഇതുപോലെ വേണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ അരച്ചെടുക്കുന്ന സമയത്ത് ശരിയായ രീതിയിൽ അരച്ചെടുത്തിട്ടില്ലെങ്കിൽ ഈ കടലപ്പരിപ്പിൻ്റെയൊക്കെ ചെറിയ ചെറിയ തരികൾ ഇതിനകത്ത് ഉണ്ടാകുകയാണെങ്കിൽ നമുക്കിത് പരത്തിയെടുക്കാൻ കഴിയില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിന് തരികൾ ഉണ്ടെങ്കിൽ ഒന്ന് ഉടച്ചെടുക്കാൻ വേണ്ടി നോക്കുക. ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമ്മളൊരു പാൻ വെച്ചിട്ട് അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് 1 ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മളിപ്പോൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ആ കടലപ്പരിപ്പിൻ്റെ ഒരു മിക്സ് ഇതിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. അതിന് കൂടെ തന്നെ ഒരു 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ്. പഞ്ചസാര പൊടിക്കുന്ന സമയത്ത് അതിനകത്ത് ഏലക്കയുടെ കുരു കൂടി ഇട്ടിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അതല്ലെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ഏലക്കപ്പൊടി ഒരു 1/2 ടീസ്പൂൺ 1 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി ഫ്ലേവറിനനുസരിച്ചിട്ട്. എന്നിട്ട് നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിലിടണം. ഒരിക്കലും ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്തെടുക്കരുത്. കാരണം കടലപ്പരിപ്പ് പെട്ടെന്നൊരു ബ്രൗൺ കളർ അടിക്കും. പിന്നെ നമുക്ക് ശരിയായ രീതിയിൽ തയ്യാറാക്കി എടുക്കാൻ കഴിയില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സായി കഴിയുമ്പോഴത്തേക്കും പഞ്ചസാരയൊക്കെ ഉരുകിയിട്ട് കുറച്ചൊന്ന് ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലോട്ടേക്ക് ഇത് മാറും. കണ്ടില്ലേ, ഇതുപോലെ കുറച്ചുകൂടി ഒന്ന് ലൂസായി വന്നിട്ടുണ്ടാകും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു ഇത്തിരി സമയം കൂടി ഇത് കുക്ക് ചെയ്തെടുക്കുക. അപ്പോഴേക്കും ഇത് കുറച്ചുകൂടി ഡ്രൈ ആയിട്ട് വരും. നമുക്ക് കുറച്ച് തിക്കായിട്ടാണ് വേണ്ടത്, ലൂസായിട്ടല്ല വേണ്ടത്. അപ്പോൾ ഇത് കുറച്ച് റെഡി ആയിട്ടുണ്ട്. ഒരു ഇത്തിരി സമയം കൂടി നമ്മൾ ചെയ്യണം. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാൻ നോക്കുക. നമ്മൾ ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ് വരും. അത് ഇല്ലാതെ നിൽക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിപ്പം കണ്ടില്ലേ, ഈ ഒരു പാകത്തിന് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കണം. കംപ്ലീറ്റ് ആയിട്ട് ചൂടാ. പെട്ടെന്ന് തന്നെ പാനിൽ നിന്ന് എടുത്ത് മാറ്റാൻ നോക്കുക. അതല്ലെങ്കിൽ ആ ഒരു ബ്രൗൺ കളർ അടിക്കും. പ്ലേറ്റിനകത്തോട്ട് മാറ്റി അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ടേക്ക് മാവിന് ആവശ്യമായിട്ടുള്ളത് 1 കപ്പ് മൈദയാണ് കേട്ടോ. ഞാനൊരു ഇപ്പോൾ നമ്മൾ നേരത്തെ 1 കപ്പ് കടലപ്പരിപ്പ് എടുത്ത സമയത്ത് 1 കപ്പ് തന്നെയാണ് മൈദയും എടുക്കുന്നത്. ഇതിനകത്തോട്ടേക്ക് ആവശ്യാനുസരണം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആ ഒരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആ കളർ വേണ്ടാന്നാണെങ്കിൽ ശരിക്കും ഇത് ഒഴിവാക്കാം കേട്ടോ. പക്ഷേ ആ കാണാനുള്ള ഒരു ഭംഗി മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോഴാണ് കിട്ടുക. ഇനി ഇതിനകത്തോട്ടേക്ക് ആവശ്യാനുസരണം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നമ്മൾ ഒരു 1/4 കപ്പോളം, 1 കപ്പ് മൈദക്ക് ഏകദേശം ഒരു 1/4 കപ്പ് വെള്ളമെങ്കിലും നമ്മൾ ഒഴിച്ചു കൊടുക്കണം. കുറച്ച് ലൂസായിട്ട് തന്നെയാണ് നമ്മൾ ആദ്യം ഈ ഒരു മാവ് തയ്യാറാക്കിയെടുക്കുന്നത്. പിന്നെ നമ്മൾ കുഴച്ച് ഇതിന് ഏറ്റവും സോഫ്റ്റ് ആകുന്ന രീതിയിൽ വേണം തയ്യാറാക്കിയെടുക്കാൻ. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കുറച്ചിട്ട് ഡ്രൈ ആകുന്ന രീതിയിൽ ഒരിക്കലും ചെയ്തെടുക്കരുത്. അപ്പോൾ നമുക്ക് ആ ഒരു പെർഫെക്റ്റ് ടെക്സ്ചറിൽ ഇത് ചെയ്തെടുക്കാൻ കഴിയില്ല. അപ്പോൾ ഇതിപ്പോൾ കണ്ടില്ലേ, അത്യാവശ്യം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് നല്ല ലൂസായിട്ടുള്ളൊരു രീതിയിൽ തന്നെയാണ് ഇതിരിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ കയ്യിലോട്ടേക്ക് ഒരു ഇത്തിരി നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ പ്രധാന ഒരു ചേരുവ എന്ന് പറയുന്നത് നല്ലെണ്ണയാണ്. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലൊന്നും ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യരുത്. അപ്പോൾ ഒരിക്കലും നമുക്ക് ആ ഒരു ടേസ്റ്റ്, പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. എണ്ണയുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ലെണ്ണ ഒരു ഇത്തിരി കയ്യിൽ നനച്ച് കൊടുത്തിട്ട് ഇതുപോലെ നമ്മളൊന്ന് കുഴച്ചെടുക്കുക. കുറച്ച് സമയം കുഴക്കുമ്പോഴത്തേക്കും ഇത് കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ ഞാനൊന്ന് ഇത് കുഴച്ചെടുത്തതിന്
എടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് കൈ കഴുകിയിട്ടുണ്ട്. കൈ കഴുകിയതിന് ശേഷം വീണ്ടും ഇപ്പോൾ ഞാനൊരു ടോട്ടൽ നമ്മളൊരു 3 ടീസ്പൂണിനടുത്താണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 3-3.5 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ആവശ്യാനുസരണം നിങ്ങൾ നോക്കിയിട്ട് ചേർത്താൽ മതി. മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നല്ല സോഫ്റ്റായിട്ട് റെഡി. നമ്മൾ 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ ഇതുപോലെ കണ്ടില്ലേ, ലൂസായിരിക്കും, പക്ഷേ നല്ല രീതിയിൽ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നല്ല സോഫ്റ്റായിട്ട് ഈ ഒരു പാകത്തിന് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി നോക്കുക. അപ്പോഴാണ് നമുക്ക് ശരിക്കും റെഡിയാക്കി എടുക്കാൻ കഴിയുന്നത്. ഇനി നമ്മളിതിൻ്റെ മുകൾ ഭാഗത്ത് മുഴുവനായിട്ട് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഈ മാവ് കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് പരത്തി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകൾ ഭാഗത്ത് മുഴുവനായിട്ട് നമ്മൾ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണം. അതായത് ഇതിനകത്ത് നല്ലെണ്ണയിൽ ഇതൊന്ന് കുതിർന്ന് കിടക്കണം. പക്ഷേ ഈ എണ്ണ നമ്മൾ മുഴുവൻ ഒന്ന് ലാസ്റ്റ് വാർന്ന് കളയും കേട്ടോ. ഇതുപോലെ നമ്മൾ കുതിർത്തി വെച്ച് ചെയ്യുമ്പോഴാണ് ശരിക്കും നമുക്ക് നല്ല രീതിയിൽ പെർഫെക്റ്റ് ടെക്സ്ചറിലൊക്കെ റെഡിയായി കിട്ടുക. അപ്പോൾ എണ്ണ ആവശ്യാനുസരണം ഒഴിച്ചു കൊടുത്തതിന് ശേഷം 1 മണിക്കൂർ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അടച്ച് വെച്ചാൽ മതി. ഇത് 1 മണിക്കൂറിന് ശേഷമുള്ള മാവാണ് കേട്ടോ. കറക്റ്റ് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇതിനകത്തുള്ള എണ്ണ മുഴുവനായിട്ടൊന്ന് വാർന്ന് കളഞ്ഞ് ഈ മാവ് മാത്രം ഒരു പാത്രത്തിനകത്തോട്ടേക്ക് മാറ്റാം. അപ്പം ഞാൻ കംപ്ലീറ്റ് എണ്ണയും കളഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു 1-2 മിനിറ്റ് ജസ്റ്റ് കൈ വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കുക. ചെറുതായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. ഒത്തിരി സമയം ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഒന്നങ്ങ് സോഫ്റ്റായി വരുന്ന രീതിയിൽ ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ടെന്നേ ഉള്ളൂ. ഇതങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കടലപ്പരിപ്പിൻ്റെ ആ ഒരു മിക്സ് നന്നായി ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ കയ്യിൽ ഒന്നുകിൽ നെയ്യോ അതല്ലെങ്കിൽ ഈ നല്ലെണ്ണ തന്നെ തടവിയാൽ മതി. എന്നിട്ട് ചെറിയ ചെറിയ ഉരുളകളായിട്ട് നല്ല സോഫ്റ്റായിട്ടുള്ള രീതിയിൽ ഒന്ന് റോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. കുഞ്ഞു കുഞ്ഞു ഉരുളകളായിട്ട് കണ്ടില്ലേ, ഈ ഒരു പാകത്തിന് മുഴുവൻ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാവുന്നതാണ് ഈ ഒരു മാവിൽ നിന്ന്. അപ്പോൾ ഈ ഒരു മാവിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഒരു 16 പീസാണ്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 16 ബോളി ഈ ഒരു കണക്കിന് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു മൈദയുടെ മാവിൽ നിന്നും ഒരു ഇത്തിരി എടുക്കാം. അതിനുശേഷം കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഞാനൊന്ന് എണ്ണ തടവി കൊടുത്തിട്ടുണ്ട്, നമ്മുടെ നല്ലെണ്ണ തടവി കൊടുത്തിട്ടുണ്ട്. എൻ്റെ കൈ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. കംപ്ലീറ്റ് ആയിട്ട് നല്ല നേരിയ രീതിയിലൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം നമ്മുടെ കടലപ്പരിപ്പിൻ്റെ ഒരു ബോൾ ഉണ്ടല്ലോ, ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ അങ്ങ് ഫോൾഡ് ചെയ്യുക. കംപ്ലീറ്റ് ആയിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം മുകൾ ഭാഗത്തോട്ടേക്ക് പ്രസ് ചെയ്ത് കണ്ടില്ലേ, ഇതുപോലെ കൊണ്ടുവന്നിട്ട് എക്സ്ട്രാ വരുന്ന മൈദ മുഴുവനായിട്ട് നമ്മൾ കളയണം. അതായത് കടലപ്പരിപ്പിൻ്റെ അളവ് കൂടുതലും മൈദ അളവ് വളരെ തിന്നായിട്ടുള്ള ഒരു കോട്ടിങ് വരുന്ന രീതിയിൽ വേണം നമ്മൾ ചെയ്തെടുക്കാൻ. അതിനുശേഷം കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്. ആ മൈദക്കകത്തോട്ടേക്ക് ഇത് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം. അതായത് അതല്ലെങ്കിൽ നമ്മളിത് പരത്തിയെടുക്കുന്ന സമയത്ത് അങ്ങ് ഒട്ടിപ്പിടിച്ചിട്ട് നമുക്ക് ശരിയായ രീതിയിൽ ചെയ്തെടുക്കാൻ കഴിയില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നല്ല തിൻ ഷീറ്റായിട്ട് വേണം ഇത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ചപ്പാത്തി പലകയിൽ വെച്ചിട്ടോ അതല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിനകത്ത് കുറച്ച് മൈദ വെതറി കൊടുത്തതിന് ശേഷം ആദ്യം കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ലെവൽ ചെയ്തെടുക്കുക. കൈ വെച്ച് പ്രസ് ചെയ്ത് ലെവൽ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നല്ല തിൻ ഷീറ്റായിട്ട് പരത്തിയെടുക്കണം. അപ്പോൾ നിങ്ങൾ ഓരോ റോൾ ചെയ്ത പാടെ ഇതുപോലെ പരത്തിയെടുക്കുക. അതായത് നമ്മൾ ഓരോ ബോൾസ് കംപ്ലീറ്റ് ബോൾസായി തയ്യാറാക്കി വെച്ചിട്ട് പരത്തിയെടുക്കാൻ നിൽക്കരുത്. ഓരോന്നും ജസ്റ്റ് നമ്മൾ കടലപ്പരിപ്പും മൈദയും കൂടെ ബോൾ പോലെ ആക്കി കഴിഞ്ഞാൽ അപ്പം തന്നെ പരത്തി എടുത്തിട്ട് വേണം നമ്മൾ അപ്പം തന്നെ ചുട്ടെടുക്കും വേണം. എന്നിട്ട് നമ്മുടെ ഈ എക്സ്ട്രാ വരുന്ന മൈദ കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ കൈ വെച്ചിട്ടൊന്ന് തട്ടിക്കളയുക. അതല്ലെങ്കിൽ നമ്മൾ ചുട്ടെടുക്കുന്ന സമയത്ത് ഈ മൈദയുടെ ആ ഒരു മുകൾ ഭാഗം ഒരു ഡ്രൈ ആയതുപോലെ ഉണ്ടാകും. അപ്പോൾ നമ്മൾ തടവി കൊടുത്ത മൈദ മുഴുവനായിട്ട് ഒന്ന് തട്ടിയെടുത്തിട്ട് വേണം നമ്മൾ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓരോന്ന് റോൾ ചെയ്യുക, അപ്പം തന്നെ പരത്തിയെടുത്തിട്ട് അപ്പം തന്നെ ചുട്ടെടുക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ സാധാരണ ദോശക്കല്ലിനകത്താണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ദോശക്കല്ല് നന്നായിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ, ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി, ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുക്കരുത്. എന്നിട്ട് നമുക്ക് നെയ്യ് തടവി കൊടുക്കാം. നെയ്യാണ് ഇതിന് ഏറ്റവും ഫ്ലേവർ കൊടുക്കുന്നത്. അപ്പോൾ നെയ്യ് തടവി കൊടുത്തതിന് ശേഷം നമ്മുടെ ആദ്യത്തെ ബോൾ ഇതിനകത്തോട്ടേക്ക് വെച്ച് കൊടുത്തിട്ട് ഇത് പെട്ടെന്ന് കുക്കായി കിട്ടും കേട്ടോ. ചെറുതായിട്ട് ഇങ്ങനെ ബബിൾസ് പോലെ നമ്മൾ വെച്ച് കൊടുത്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് തന്നെ ഇതിങ്ങനെ ബബിൾസ് പോലെ വന്ന് തുടങ്ങും. അപ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഇതിൻ്റെ മുകൾ ഒന്ന് കുക്കായി നല്ലതുപോലെ പൊങ്ങി വരാൻ തുടങ്ങും. ഇപ്പോൾ സൈഡിൽ നിന്നൊക്കെ പൊങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആ ടൈം ആകുമ്പോൾ നമ്മൾ ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നെയ്യ് ഒന്ന് തൂക്കി കൊടുത്തിട്ട് പിന്നെ നമ്മൾ തിരിച്ചിടരുത്. നമുക്ക് അപ്പോൾ തന്നെ പ്ലേറ്റിനകത്തോട്ടേക്ക് മാറ്റാവുന്നതാണ്. ഇത് നല്ല സോഫ്റ്റ് ടെക്സ്ചറിലാണ് ഉണ്ടാകുക. കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് മുഴുവൻ ഒന്ന് ചുട്ടെടുക്കാം. അപ്പോൾ കംപ്ലീറ്റ് ഞാനൊന്ന് കണ്ടില്ലേ, നമ്മുടെ ബോളി കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ശരിക്കും നമ്മൾ ഇതേ മെത്തേഡിൽ നമ്മൾ നല്ലെണ്ണയിലൊക്കെ കുതിർത്തി ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ടെക്സ്ചറിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇതിൽ പറയുന്ന ടിപ്സും ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടൊന്ന് ചെയ്യുവാണെങ്കിൽ നല്ല രീതിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കണ്ടില്ലേ, ലെയേഴ്സ് പോലാണ് ഇത് ഉണ്ടാകുക. ഇത് ശരിക്കും നല്ലതുപോലെ പൊങ്ങി വരികയും ചെയ്യും നമ്മൾ ചുട്ടെടുക്കുന്ന സമയത്ത്.
അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ അല്ല ചുമ്മാ കഴിക്കാൻ തന്നെ ഇത് നല്ല ടേസ്റ്റാണ്. പക്ഷേ ഇത് ശരിക്കും ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് പാൽപ്പായസമാണ്. അപ്പോൾ ഞാൻ കുറച്ച് പാൽപ്പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് അതിനകത്ത് ഡിപ്പ് ചെയ്ത് കഴിക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ശരിക്കും എല്ലാ നാടിനും അതിൻ്റെതായ കുറേ സ്പെഷ്യൽ ഫുഡുണ്ട്. അപ്പോൾ തിരുവനന്തപുരത്തിന് ശരിക്കും വളരെ ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷ് തന്നെയാണിത്. അപ്പോൾ ഒരു തവണയെങ്കിലും എന്തായാലും ഉണ്ടാക്കി നോക്കും, നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടമാകും. അപ്പോൾ ഉണ്ടാക്കി നോക്കിയതിന് ശേഷമുള്ള ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇനിയും നല്ല നല്ല റെസിപ്പീസുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.